ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിക്കും അടുത്ത് ശബരിമല വനത്തോടും ചേർന്ന് കിടക്കുന്ന നമ്മുടെ സ്വന്തം സത്രമൗണ്ടിലെ കാഴ്ചകളാണ്. മൂന്നാറിൻ്റെയും വാഗമണിൻ്റെയൊക്കെ തിരക്കിൽ നിന്നൊക്കെ ഒന്ന് മാറി കുറച്ച് ഓഫ് റോഡൊക്കെ അടിച്ച് എത്തിച്ചേരാൻ പറ്റിയ കുറച്ച് വ്യൂ പോയിന്റ്സും ഇടുക്കിയുടെ തനത് ഭംഗിയിലുള്ള തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെയുള്ള റോഡും ഇടുക്കിയുടെ സ്വന്തം എയർ സ്ട്രിപ്പും കാഴ്ചകളും ഒപ്പം മഴയും കോടയും ഒക്കെ കൂടിയ ഒരു മൺസൂൺ റൈഡിൻ്റെ കാഴ്ചകളിലൂടെയാണിത്. നമ്മുടെ യാത്ര തുടങ്ങിയത് മുണ്ടക്കയം ടു കുട്ടിക്കാനം റൂട്ടിൽ നിന്നായിരുന്നു. മൺസൂൺ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വെതറായിരുന്നു ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നേരത്തെ യാത്ര ചെയ്തതിൻ്റെ കുറച്ച് ഓർമ്മകളും എല്ലാം പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾ പതിയെ മുന്നോട്ട് നീങ്ങി. അപ്പോൾ സത്രമൗണ്ടിലെ മെയിൻ വ്യൂ പോയിന്റും പോകുന്ന വഴിയിലെ കുറച്ച് കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ദിസ് ഇസ് മീ അഖിൽ, വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ്. സത്യം പറഞ്ഞാൽ ആക്ച്വലി ഒരു ഷോർട്ട് റൈഡായിരുന്നു, വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് ഇടയ്ക്കൊരു ട്രിപ്പ് പോകുന്ന ഒരു പതിവ് ഉള്ളതാണ്. ഇന്ന് അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഗ്രൂപ്പിലെ എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ സാധിച്ചില്ല. ഞങ്ങളിപ്പോൾ ടോട്ടൽ 5 പേര് മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് വരാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയിൽ ഞങ്ങൾ ഇറങ്ങിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഡെസ്റ്റിനേഷൻ ലോക്ക് ചെയ്ത് അങ്ങോട്ട് പോകാനോ ഞങ്ങൾ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് രാവിലെ മോർണിംഗ് ഇറങ്ങി ഇന്ന ഒരു സൈഡ് പിടിക്കാം, എന്നിട്ട് നമുക്കങ്ങ് പോകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളങ്ങനെ വലിയ പ്ലാനിങ്ങും കാര്യങ്ങളുമായിട്ട് ഇറങ്ങിയ ട്രിപ്പൊന്നും അല്ല ഇത്. ജസ്റ്റ് കുട്ടിക്കാനം വരെ വരാം, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ലൊക്കേഷൻ പിടിക്കാം. അവിടുന്ന് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നിയത് സത്രമൗണ്ട് ഏരിയയാണ്. ഇവിടുന്ന് ഈ റോഡ് തന്നെ കുറച്ചുകൂടെ നമുക്ക് പോകാനുണ്ട്. അപ്പം നമുക്ക് ആ ഒരു റൺവേ എത്തുന്ന ആ ഒരു വേ കറക്റ്റ് അറിയില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം. നമ്മൾ കുട്ടിക്കാനം റൂട്ടിൽ നിന്ന് വണ്ടിപ്പെരിയാർ എത്തുന്നതിന് മുമ്പായിട്ടാണ് നമ്മൾ റൈറ്റിലേക്ക് ടേണിങ് എടുത്ത് സത്രമൗണ്ട് എന്നുള്ള റോഡ് കയറി പോകുന്നത്. കൊള്ളാമല്ലേ ഈ വ്യൂ? ഒരു ശരിയാ, ഒരു 360 വ്യൂ കിട്ടുന്ന പോലെ അല്ലേ? കൊള്ളാം. ആ റൂട്ട് കണ്ടോ? അതിലെയാണ് മറ്റേ റോഡ്, പരുന്തുംപാറയിൽ നിന്ന് വരുന്ന ആ റോഡില്ലേ, അത്. അതെ. നമ്മളിവിടെ ഇപ്പോൾ വന്നിട്ട് ആക്ച്വലി ഒരു 1 hour കഴിഞ്ഞു. നല്ലൊരു വെതർ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി നിൽക്കാനും പറ്റി, കുറച്ച് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റി. അത്യാവശ്യം നല്ലൊരു പോയിൻ്റ് ആയിരുന്നു ഇത്. സോ ഇനി ഇവിടുന്ന് പതിയെ നമുക്ക് തിരിച്ചു പോകാം. തിരിച്ചല്ല, മുന്നോട്ട് തന്നെ പോവാം. സോ നമ്മുടെ വഴി കിടക്കുന്നുണ്ടോ, കറങ്ങി അവിടം വരെ. നമ്മൾ അവിടുന്ന് കയറി വന്നപ്പോൾ ഒരു വഴി കണ്ടില്ലേ, പരുന്തുംപാറയെന്ന് ഞാൻ പറഞ്ഞില്ലേ ഒരു ഓഫ് റോഡ് ഉണ്ടെന്ന്, അത് കയറുമ്പോൾ ആ വഴി വരും.
സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. നല്ലൊരു മഴയൊക്കെ കിട്ടി, നല്ല കിടിലം വെതറായിട്ടുണ്ട്. ഞങ്ങൾ പതിയെ കോട്ടൊക്കെ എടുത്തിട്ട് നമ്മൾ ഇതുവരെ സത്രം എത്തിയിട്ടില്ല, എന്താവും എന്നൊന്നും അറിയില്ല. ഏതായാലും കുറച്ചുകൂടെ ദൂരം മുന്നോട്ട് പോകാമെന്ന് വെച്ചു. നല്ല മഴയാണ്, ഞാൻ പറയുന്നത് കേൾക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഏത് മൂട്? പിന്നെ അല്ല. ഓ ഗായ്സ്, നല്ല കിടിലം വെതറാണ് കേട്ടോ. മഴയൊക്കെ കിട്ടി, ഫുള്ള് കോട മൂടി. അതെ, സോ നമ്മൾ ഇങ്ങനെയുള്ള ഒരു ജംഗ്ഷനിൽ വന്നിട്ട് ഇവിടുന്ന് ഈ ലെഫ്റ്റ് എടുത്ത് ഈ ഒരു റൂട്ടാണ് ആക്ച്വലി നമ്മൾ ആ റൺവേയിലേക്ക് പോകുന്ന റൂട്ട്. പിന്നല്ല, കോടയൊക്കെ കിട്ടിയപ്പോൾ എല്ലാവരും വേറെ മൂഡ് തന്നെ ആയി. ഞങ്ങൾ എവിടെ ഒരു ട്രിപ്പ് പോയാലും ഇതുപോലത്തെ ഒരു വെതർ കിട്ടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇതുപോലെ ഒരു കോടയും മഴയും നൈസായിട്ടുള്ള ഒരു വെതറും ഉണ്ടെങ്കിൽ പിന്നെ ആ ഒരു ട്രിപ്പിൽ ഒന്നും കിട്ടിയില്ലെങ്കിലും ഓക്കെയാണ്. ഓ എൻ്റെ പൊന്നെ, എനിക്ക് സത്യം പറഞ്ഞാൽ എന്നെ പറയേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ കിട്ടില്ല രൂപ ഓടയൊക്കെ ഫുള്ള് നിറഞ്ഞ ഒരു രക്ഷയില്ല. ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡാണെന്നാണ് തോന്നുന്നത്. കുഴപ്പമില്ല, ലെറ്റ്സ് ട്രൈ. ഇതൊക്കെ സിമ്പിള്, കുറച്ചൊക്കെ പോകുമ്പോൾ കാണാം. ഇതൊക്കെ ഈസി. വഴി കയറുന്നോ? ഓ, നന്നായിട്ട് തരുന്നുണ്ട്. അത് വലിയ കുഴിയല്ലേ? സോ അങ്ങനെ നമ്മൾ മൗണ്ടിൻ്റെ താഴെ എത്തിയിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടെ കയറിയാൽ റൈറ്റിലോട്ട് കയറിയാൽ മതി. നമുക്ക് ആ ഒരു റൺവേ വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ, അത് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഇപ്പം നല്ല കോടയാണ്, അപ്പോൾ നമ്മൾ കയറിയാലും വ്യൂ പോയിൻ്റ് ഒന്നും കാണാൻ പോകുന്നില്ല. പക്ഷേ എന്നാലും നമ്മൾ കയറിയിട്ട് വരാം, ഏതായാലും ഇവിടം വരെ വന്നതല്ലേ. ഓ, ഇതല്ലേ കേട്ടോ, ഇതാണ് നമ്മുടെ റൺവേ വരുന്നത്. ഫ്ലൈറ്റ് പോയി കുറച്ചും പോയി. ഓക്കെ, ഉള്ളതാണോ അവിടെ? അതേടാ, ഇപ്പം പറയുന്നത് ആ ഒരു ഹിൽ ടോപ്പ് കാണുന്ന അതിൻ്റെ അപ്പുറത്തെ വശം ഗവിയും പിന്നെ ആ ഒരു സൈഡൊക്കെയാ ശബരിമല വരുന്നത് എന്നൊക്കെയാണ് ഇവൻ പറയുന്നത്. പറഞ്ഞത് തെറ്റാണോ ഇവനെ നോക്കി വെച്ചോ, ആളെ നോക്കി വെച്ചോ, നിബിൽ മാത്യു. എന്താണേലും ഇവിടെ അത്യാവശ്യം ഞങ്ങൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഇങ്ങോട്ട് നമുക്ക് വരുമ്പോൾ സൂക്ഷിച്ചൊക്കെ വരണം, കാരണം അതിൻ്റെ താഴോട്ട് ഡീപ്പായിട്ട് നല്ലൊരു താഴ്ചയാണ്. ഒരുപാട് ഫോഗൊക്കെ ആണെങ്കിൽ
റിസ്ക് എടുക്കാൻ നിൽക്കാതിരിക്കുക. അങ്ങനെ നമ്മൾ സത്രം മൗണ്ട് വ്യൂ പോയിൻ്റൊക്കെ കണ്ട് കുറച്ച് ഓഫ് റോഡൊക്കെ അടിച്ച് ഇനി നൈസായിട്ട് തിരിച്ചു പോവാം. സെക്കൻഡ് വെച്ചാണ് വെതർ ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര രസമുണ്ട്. ആൻഡ് ഈ റോഡ് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. ഞങ്ങളിങ്ങോട്ട് കയറി വന്നപ്പോൾ ഉള്ള വെതറേ അല്ല. എന്ത് വ്യൂ അല്ലേ, ഫുള്ള് കോടയും. ഈ കിടക്കുന്ന റോഡാണ് നമ്മൾ പോകുന്നത്. എന്താണേലും കുറച്ച് നാൾക്ക് ശേഷം ഞാനും എൻ്റെ സ്ക്വാഡും കൂടെ ഒരു ചെറിയൊരു ട്രിപ്പ്, ഒരു സൺഡേ ഉള്ള ഒരു ചെറിയൊരു എൻജോയ്മെൻറ്റ്, അതെന്താണേലും ബോത്തായി. അല്ല, അപ്പോൾ ലൊക്കേഷൻ എല്ലാവരും ഒന്ന് ഓർത്ത് വെച്ചു. നമ്മൾ മൗണ്ട് സത്രം റോഡ് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്നാണ് ഇപ്പോൾ ലെഫ്റ്റാണ്. അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി. ആ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ലെഫ്റ്റുള്ള ആ ഒരു ചെറിയ വഴിയാണ് കയറി പോകുന്നത്.